കേരളത്തിൽ ഇപ്പോൾ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ വന്നപ്പോൾ അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. AK ആന്റണിയുടെ മകന്റെ വരവ് BJPയെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ റെജി ലൂക്കോസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ഒരു എന്താ പറയാ ഒരു ബുദ്ധിജീവി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വേണ്ടിയുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വാഗ്മിയാണ്. സർവോപരി അങ്ങോട്ട് വിദേശങ്ങളിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ലോക പരിചയം, ഇതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് മാറി ചിന്തിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പല ഗ്രാമങ്ങളും വൃദ്ധ ഗ്രാമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. നമസ്കാരം. ഇടത് സഹയാത്രികനും ചാനൽ ചർച്ചകളുടെ ഇടതുപക്ഷത്തിന്റെ മുഖവുമായിരുന്ന റെജി ലൂക്കോസ് കഴിഞ്ഞ ദിവസമാണ് BJPയിൽ അംഗത്വമെടുത്തത്. അംഗത്വമെടുത്തതിന് പിന്നാലെ കേരളത്തിലെ ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നുമെല്ലാം പ്രവർത്തകരും നേതാക്കളും നിരന്തരം BJPയിലേക്ക് മാറുന്നത്? ഇത്തരം നേതാക്കളുടെ അടക്കമുള്ള വരവ് BJPയെ എങ്ങനെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം സ്വാധീനിക്കുക? ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് BJP വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് പാർട്ടിയിൽ ആസാമിലെ നമ്പർ 2 സ്ഥാനക്കാരനായിരുന്നു. അങ്ങൊരു BJPയിൽ വന്നപ്പോൾ BJPക്ക് ആസാമിൽ തുടർച്ചയായ ഭരണം കിട്ടുകയാണ്. പോണ്ടിച്ചേരിയിലെ BJPയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമശിവായം കോൺഗ്രസിന്റെ അവിടുത്തെ തലമുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് വന്നപ്പോൾ BJPക്ക് പോണ്ടിച്ചേരിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാവാൻ പറ്റി. ആഭ്യന്തര വകുപ്പ് കിട്ടി. മധ്യപ്രദേശിൽ എന്താ പറയുക, നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യ വന്നപ്പോൾ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ 29 ജയിക്കാൻ പറ്റി. ഇങ്ങനെ വലിയ നേതാക്കന്മാർ BJPയിലേക്ക് വരുന്നതിന്റെ കൊണ്ട് BJPക്ക് വലിയ ഗുണമുണ്ട്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ വന്നപ്പോൾ അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ചെറിയൊരു പരിധി വരെ തൃശ്ശൂരിലെ വിജയത്തിന് അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ AK ആന്റണിയുടെ മകന്റെ വരവ് BJPയെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ ചെറിയ തോതിലൊക്കെ BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മുനമ്പം സീറ്റ് ഒരു അഭിമാന പ്രശ്നമായിരുന്നു. മുനമ്പം സീറ്റ് അത് ജയിച്ചില്ലേ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചില്ലേ. തിരുവനന്തപുരം നഗരസഭയിൽ BJP വിജയിച്ചതിൽ കുറെ വാർഡുകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ റെജി ലൂക്കോസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ഒരു എന്താ പറയാ ഒരു ബുദ്ധിജീവി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വേണ്ടിയുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വാഗ്മിയാണ്. സർവോപരി അങ്ങോട്ട് വിദേശങ്ങളിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ലോക പരിചയം, ഇതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് മാറി ചിന്തിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന്. കാരണം കുട്ടികൾക്ക് ജോലിക്ക് വേണ്ടിയല്ല, അപ്പൊ പഠിക്കാൻ പോലും പുതിയ കുട്ടികൾ വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവാണ്. അപ്പൊ കേരളത്തിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പല ഗ്രാമങ്ങളും വൃദ്ധ ഗ്രാമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പലതും വാർത്തയിലൊക്കെ വന്നതാണ്. അപ്പോ പണ്ട് ഗൾഫിലേക്കാണ് ജോലി തേടി പോയതെങ്കിൽ കുഴപ്പമില്ല, 2 കൊല്ലം കൂടുമ്പോൾ ലീവിൽ വരും. 10, 20, 30 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യും. മാത്രമല്ല അവരുണ്ടാക്കുന്ന പൈസ അവരുടെ ചെലവ് കഴിച്ച് ബാക്കി ഇങ്ങോട്ട് അയക്കും. പക്ഷെ കാനഡയിൽ പോകുന്നവർ, ഓസ്ട്രേലിയയിൽ പോകുന്നവർ, അമേരിക്കയിൽ പോകുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നവർ തിരിച്ചു വരാൻ പോകുന്നില്ല. അവരൊക്കെ അവിടെ സെറ്റിലാവും. അവിടെ സെറ്റിലായി അവര് പിന്നെ അച്ഛനമ്മയോ ഉള്ളവരെ കുറച്ച് പൈസ അയക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ ആ ബന്ധം അവസാനിക്കും. ഒരു നയാ പൈസ പോലും കേരളത്തിൽ വരില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ യുവത നമ്മുടെ നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥയാണ് ഇതിന് ഉത്തരവാദി. കേരളത്തിലെ ആളുകളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്നത്. വ്യവസായങ്ങളില്ല, തൊഴിലവസരങ്ങളില്ല, എന്തിന് കോളേജ് കലാലയങ്ങൾ വരെ ഈ അമിതമായ രാഷ്ട്രീയം അതിപ്രസരം, കമ്മ്യൂണിസ്റ്റുകാരെ അതിപ്രസരം കാരണം അവരുടെ സർവീസ് സംഘടനകൾ, അധ്യാപക സംഘടനകൾ ഇവർക്ക് നിയന്ത്രിക്കാനും ഇവർക്ക് തോന്നിയത് കാണിക്കാനുള്ള വേദിയായി സർവകലാശാലകളെ മാറ്റിയത് കൊണ്ട് ഉണ്ടായ ഒരു അപജയമാണ്. ഇപ്പൊ BJP ഗവർണർമാർ വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്.
ഇനിയും മാറും. കേരളത്തിലെ സർവകലാശാലകളെ ഈ രാഷ്ട്രീയം കളിക്കാനുള്ള വേദി അല്ലാതാക്കും. അത് ശരിക്കും വിജ്ഞാനത്തിന്റെ എന്താ പറയാ കേന്ദ്രങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരണം. അതിന് മാറ്റം വരും. പക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ആ തെറ്റുകൾ കാരണമാണ് കുട്ടികൾ പോകുന്നത്. ഇതിലൊക്കെ വലിയ വിഷമമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് മാറി ചിന്തിക്കും. പിന്നെ കോൺഗ്രസിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കണ്ടതാണ്. കോൺഗ്രസിന്റെ നല്ല കാലത്ത് ചെയ്യാൻ പറ്റാത്തതൊന്നും ഈ കോൺഗ്രസ് ഇപ്പൊ ഇല കൊഴിച്ചിൽ കാലമാണ്. കോൺഗ്രസിന് ഇലയൊക്കെ കൊഴിഞ്ഞു. അപ്പൊ ഈ കാലത്ത് കേരളത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു മാറ്റവും നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ രാജ്യത്തിലോ വരുത്താൻ പറ്റില്ല. അതിനുള്ള ശേഷിയൊന്നും ഇപ്പൊ കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ ആർക്കും പ്രതീക്ഷയില്ല. മാറി ചിന്തിക്കുന്നവർ മുഴുവൻ BJPയെ പറ്റിയാണ്, നരേന്ദ്രമോദിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പുതിയ ആളുകൾ വരും, അത് ഇനിയും വരും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ വരും. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഉത്തരവാദിത്വം വളരെ വളരെ വലുതാണ്. നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളിലും അത് കാണാൻ സാധിക്കും. നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ, അതായത് രാജ്യം വലിയ പ്രതീക്ഷയാണ് BJPയിൽ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് BJP ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും ഒരു സർക്കാരിനും നേതൃത്വം കൊടുക്കണം. മാത്രവുമല്ല, BJPയുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷൻ, അദ്ദേഹത്തിന് കേവലം 45 വയസ്സേ ആയിട്ടുള്ളൂ. വർക്കിംഗ് പ്രസിഡന്റായി ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തി. ജനുവരി മാസത്തിൽ അദ്ദേഹം മിക്കവാറും പാർട്ടിയുടെ പ്രസിഡന്റ് ആവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, നമ്മൾക്ക് പൊതുപ്രവർത്തനം ഒരു ഹോബിയല്ല, ഒരു സമയം ടൈം പാസ് അല്ല, ഒരു എന്താ പറയാ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന പണിയല്ല പൊതുപ്രവർത്തനം. അത് ദിനചര്യയുടെ ഭാഗമാണ്. 24 മണിക്കൂറും പൊതുപ്രവർത്തനം നടത്താൻ തയ്യാറാവുന്ന ആളുകളാണ് BJPയിൽ പ്രവർത്തിക്കേണ്ടത്. അങ്ങനത്തെ ആളുകളാണ് BJP നേതാക്കന്മാരായി വരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യം നേരിടുന്ന എന്താ പറയാ അതിവിപുലമായ പ്രശ്നങ്ങൾ, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇതൊക്കെ തരണം ചെയ്യാൻ രാജ്യത്തെ പ്രാപ്തമാക്കാൻ ഇന്ന് BJPക്ക് മാത്രമേ സാധിക്കുള്ളൂ. രാജ്യത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും BJPയാണ് ഭരിക്കുന്നത്, കേന്ദ്രം BJPയാണ് ഭരിക്കുന്നത്. ഇതൊക്കെ തരണം ചെയ്ത് രാജ്യത്തെ ഇന്നിപ്പോൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞു. ഇനിയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിന് അതിബൃഹത്തായ ഉത്തരവാദിത്തം BJPന്റെ എന്താ പറയുക ചുമലിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് കരുതുന്നത്? സീറ്റിന്റെ എണ്ണം നമ്മൾ പറയുന്നത് ശരിയില്ല. കേരളത്തിൽ BJPക്ക് ഗണ്യമായ പ്രാതിനിധ്യം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുണ്ടാവും. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. BJPയുടെ പോക്ക് ആ രീതിയിൽ തന്നെയാണ്. അതെ, തിരുവനന്തപുരത്തിലെ പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നു. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനിലും BJPക്ക് ഗണ്യമായ പ്രാതിനിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. കേരളത്തിലെ പഞ്ചായത്തുകളിൽ വലിയ പ്രാതിനിധ്യം ഉണ്ടാവും. പഞ്ചായത്ത് ഭരിക്കുന്നതിന്റെ എണ്ണം ഇപ്പൊ 30 പഞ്ചായത്തായി. അതൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് ഊഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ നടന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം സാറ് പറഞ്ഞു നേരത്തെ, കോൺഗ്രസിന് അവരുടെ പുഷ്കരകാലത്ത് ചെയ്യാൻ പറ്റാത്തതൊന്നും ഇപ്പോൾ ഇനി അവരെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ അവർ ഏകദേശം അന്ത്യശ്വാസം വലിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത്. അതേസമയം ഇപ്പം കേരളത്തിലാണെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM നേതൃത്വം നൽകുന്ന LDF ആണ്. എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളും ത്രിപുരയും കേരളവും. എന്താ പശ്ചിമ ബംഗാളിലെ അവസ്ഥ? പശ്ചിമ ബംഗാളിൽ എന്തുകൊണ്ട് CPMന് ഇന്ന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് CPMകാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ജോലിക്ക് വന്ന ഒരു ബംഗാളിയോട് ചോദിച്ചാൽ അവൻ പറഞ്ഞുതരും എന്താ അവസ്ഥ. CPM എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ദുർഭരണമാണ്, വികസന മുരടിപ്പാണ്. ഒരു പുതിയ വ്യവസായവും വരില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും വന്നാൽ അവനെ തല്ലി ഓടിക്കുകയും ചെയ്യും.